നമസ്കാരം. ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പെറുവിലൂടെ ഒരു സഞ്ചാരത്തിലേക്ക് സ്വാഗതം. ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് പെറു എന്നറിയപ്പെടുന്ന പെറു തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു രാജ്യമാണ്. വടക്ക് ഭാഗത്ത് ഇക്വഡോറും കൊളംബിയയും, കിഴക്ക് ഭാഗത്ത് ബ്രസീലും, തെക്ക് കിഴക്ക് ഭാഗത്ത് ബൊളീവിയയും, തെക്ക് ഭാഗത്ത് ചിലിയും, തെക്ക് പടിഞ്ഞാറ് പസഫിക് സമുദ്രവും അതിർത്തി പങ്കിടുന്നു. പെറു വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് പസഫിക് തീരദേശ സമതലങ്ങൾ, വടക്ക് നിന്ന് തെക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന ആൻഡീസ് പർവ്വതനിരകൾ, കിഴക്ക് ആമസോൺ നദിയുമായി ചേർന്ന് കിടക്കുന്ന മഴക്കാടുകൾ എന്നിങ്ങനെയുള്ള ഭൗമമേഖലകളാണ് ഈ രാജ്യത്തിനുള്ളത്. പെറുവിൽ 32 ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട്. ഇത് ലോകത്തിലെ 19ാമത്തെ വലിയ രാജ്യവും തെക്കേ അമേരിക്കയിലെ 3ാമത്തെ വലിയ രാജ്യവുമാണ്. ഏറ്റവും വലിയ നഗരമായ ലിമയാണ് പെറുവിൻ്റെ തലസ്ഥാനം. പെറുവിൻ്റെ ചരിത്രം അതിൻ്റെ ഭൂപ്രകൃതി പോലെ തന്നെ വിശാലമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നാഗരികതകളിൽ ഒന്നായ നോർത്തെ ചിക്കോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അഭിവൃദ്ധി പ്രാപിച്ചു. പിന്നീട് കുസ്കോ കേന്ദ്രമായി ശക്തമായ ഇൻക സാമ്രാജ്യവും നിലവിൽ വന്നു. 1532 സ്പാനിഷുകാർ എത്തി ഇൻക സാമ്രാജ്യത്തെ അട്ടിമറിച്ച് പെറുവിൻ്റെ ഭരണം കൈയടക്കി. ഏകദേശം 300 വർഷത്തെ കൊളോണിയൽ ഭരണത്തിന് ശേഷം 1821 പെറു സ്വാതന്ത്ര്യം നേടി. പെറുവിലെ ജനങ്ങൾ തദ്ദേശീയ സ്പാനിഷ്, ആഫ്രിക്കൻ, ഏഷ്യൻ വംശങ്ങളുടെ മിശ്രണമാണ്. സ്പാനിഷാണ് ഔദ്യോഗിക ഭാഷ. എന്നാൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും കെച്ചുവയും ഐമറും സംസാരിക്കുന്നു. ഇവർ പുരാതന പാരമ്പര്യങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. ഇന്ന് വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് പെറു. കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിലുള്ള വാൻകൂവറിലെ വാൻകൂവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുമാണ് പെറുവിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. വാൻകൂവറിൽ നിന്ന് പുറപ്പെട്ട് മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും അവിടെ നിന്ന് പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്കും ലിമയിൽ നിന്ന് ലക്ഷ്യസ്ഥാനമായ കുസ്കോയിലേക്കും എത്തിച്ചേരുന്നതാണ് നമ്മുടെ യാത്രാ പദ്ധതി. സുഹൃത്ത് ഹരികൃഷ്ണനോടൊപ്പമാണ് ഞാൻ ഈ യാത്ര പോകുന്നത്. വാൻകൂവറിൽ നിന്നും രാത്രി 11:30 എയ്റോ മെക്സിക്കോയുടെ ബോയിങ് 737-8 മാക്സ് വിമാനത്തിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. 3946 കിലോമീറ്റർ 5.5 മണിക്കൂർ കൊണ്ട് പറന്നാണ് ഈ വിമാനം മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേരുന്നത്. മെക്സിക്കൻ സമയം രാവിലെ 7 മണി ആയപ്പോഴേക്കും ഞങ്ങൾ മെക്സിക്കോ സിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. ബെനിറ്റോ വാറസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നും ഈ വിമാനത്താവളം അറിയപ്പെടുന്നു. മെക്സിക്കോയുടെ തലസ്ഥാന നഗരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഈ എയർപോർട്ടിൽ വളരെ മനോഹരമായ അലങ്കാര പ്രദർശനങ്ങൾ കാണുവാൻ കഴിഞ്ഞു. അമേരിക്കയുടെയും കാനഡയുടെയും വിസയുള്ളവർക്ക് മെക്സിക്കോയിലേക്കും പെറുവിലേക്കും പ്രവേശിക്കുന്നതിന് പ്രത്യേക വിസ ആവശ്യമില്ല. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഞങ്ങൾ 8 മണിക്കുള്ള ലിമയിലേക്കുള്ള ഫ്ലൈറ്റ് കാത്തിരുന്നു. ആ സമയത്ത് എയർപോർട്ടിൽ കണ്ട പക്ഷികളുടെയും മൃഗങ്ങളുടെയും ലിവറിയുള്ള ചില വിമാനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മെക്സിക്കോ സിറ്റിയിൽ നിന്നും ലിമയിലേക്ക് പോകുന്ന ലത്തം എയർലൈൻസിൻ്റെ എയർബസ് A320 വിമാനത്തിലാണ് ഞങ്ങളിപ്പോൾ. മെക്സിക്കോ സിറ്റിയിൽ നിന്നും ലിമയിലേക്കുള്ള 4255 കിലോമീറ്റർ ദൂരം ഏകദേശം 6 മണിക്കൂർ കൊണ്ടാണ് ഈ വിമാനം പറന്നെത്തുക. ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് ലത്തം എയർവേസ്. 1929 ആരംഭിച്ച ഈ കമ്പനി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ ചിലി, ബ്രസീൽ, പെറു, ഇക്വഡോർ, കൊളംബിയ എന്നിവിടങ്ങളിലും കരീബിയൻ ഐലൻഡുകളിലേക്കും ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഭാഗങ്ങളിലേക്കും സർവീസ് നടത്തുന്നു. പസഫിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറന്ന് നാം ഇപ്പോൾ പെറുവിൻ്റെ തലസ്ഥാനമായ ലിമയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെറുവിൻ്റെ തലസ്ഥാനമായ ലിമ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നാണ്.
ഇപ്പോഴും നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എയർപോർട്ടാണ് ലിമയിലേത്. ജോർജ് ഷാവേസ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നും ലിമയിലെ എയർപോർട്ട് അറിയപ്പെടുന്നു. ആൽസ് പർവ്വതനിരകളുടെ മുകളിലൂടെ ആദ്യമായി വിമാനം പറത്തിയ പെറുവിയൻ വൈമാനികനാണ് ജോർജ് ഷാവേസ്. പെറുവിയൻ സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാണ് ഞങ്ങൾ ലിമയിൽ ലാൻഡ് ചെയ്തത്. ഇവിടെ നിന്നും കുസ്കോയിലേക്ക് പോകുന്നതിനുള്ള വിമാനം വൈകിട്ട് 5 മണിക്കാണ്. ഇനി ലിമയിൽ നിന്നും നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കുസ്കോയിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ലത്തം എയർലൈൻസിൻ്റെ എയർബസ് A319 വിമാനത്തിലാണ് യാത്ര. വിമാനത്താവളത്തിൽ പെറുവിൻ്റെ ദേശീയ വിമാന കമ്പനിയായ സ്റ്റാർ പെറുവിൻ്റെ വിമാനങ്ങളും ചില സൈനിക വിമാനങ്ങളും കാണുവാൻ കഴിഞ്ഞു. 575 കിലോമീറ്ററാണ് ലിമയിൽ നിന്നും കുസ്കോയിലേക്കുള്ള ദൂരം. ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റ് സമയമെടുത്താണ് ഈ വിമാനം കുസ്കോയിൽ എത്തിച്ചേരുന്നത്. വിമാനം കുറച്ചു പറന്നപ്പോൾ തന്നെ ആൻഡീസ് പർവ്വതനിരകൾ കണ്ടു തുടങ്ങി. തെക്കേ അമേരിക്കയിലെ 7 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ആൻഡീസ് പർവ്വതനിര ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിരയാണ്. ഈ പർവ്വതനിരകളുടെ മടിത്തട്ടിലാണ് ഒരു കാലത്ത് പ്രബലവും പ്രശസ്തവുമായ ഇൻകാ സാമ്രാജ്യം ശക്തി പ്രാപിച്ചത്. കുസ്കോ നഗരത്തോടടുക്കുന്തോറും മലനിരകളിൽ ജനവാസ സ്ഥലങ്ങൾ കൂടുതലായി കണ്ടു തുടങ്ങി. മലനിരകളിൽ നിന്നും താഴേക്കിറങ്ങി സമതല ഭാഗങ്ങളിലേക്ക് നഗരം വ്യാപിക്കുന്ന കാഴ്ച ഈ ആകാശ ദൃശ്യങ്ങളിൽ നിന്നും കാണുവാൻ കഴിയും. കുസ്കോയിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ കെട്ടിടങ്ങളിൽ വൈദ്യുത വിളക്കുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മഹത്തായ ഇൻകാ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്ന അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കുസ്കോ നഗരത്തിലെ എയർപോർട്ടിലേക്ക് നമ്മുടെ വിമാനം ലാൻഡ് ചെയ്യുകയാണ്. അലഹാൻഡ്രോ വെലാസ്കോ അസ്റ്റേറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന കുസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞങ്ങളുടെ വിമാനം ഇറങ്ങി. ഒരുപാട് നാൾ മനസ്സിൽ കണ്ട സ്വപ്നഭൂമിയുടെ കാഴ്ചകളിലേക്ക് പോകുന്നതിനായി ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഒരു ചെറിയ എയർപോർട്ടാണ് കുസ്കോയിലേത്. എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി ഒരു ടാക്സി പിടിച്ച് താമസിക്കുന്നതിനായി മുറി ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് ഞങ്ങൾ യാത്രയായി. ഈ കാണുന്ന തെരുവിലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. ഹോട്ടലിൽ ചെന്ന ശേഷം കുസ്കോയുടെ രാത്രി കാഴ്ചകൾക്കായി പുറത്തിറങ്ങണം. ആർച്ച് ഓഫ് സാന്റാ ക്ലാര എന്ന ഈ വിജയകമാനം കടന്നാണ് പ്ലാസ ഡി അർമാസിലേക്ക് പോകുന്ന തെരുവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടം സന്ദർശിക്കുവാൻ ഏറ്റവും നല്ല സമയം സന്ധ്യ മുതൽ രാത്രി വരെയാണെന്ന് ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്ററായ ബീറ്റോ പറഞ്ഞതിനാലാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാസ ഡി അർമാസ് കാണാനായി വന്നത്. പെറുവിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ കുസ്കോ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ഥലമാണ്. തെക്കു കിഴക്കൻ പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു ഭൗമ പ്രദേശമാണ് കുസ്കോ. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ മുതൽ പരുക്കൻ പർവ്വത ശിഖരങ്ങൾ വരെ കുസ്കോവിൻ്റെ പ്രകൃതി ദൃശ്യങ്ങളിൽ പെടുന്നു. സേക്രഡ് വാലി, ഇൻകാ ട്രെയിൽ, മാച്ചു പിച്ചു തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശന കവാടമാണ് കുസ്കോ. ഇവിടെ കാണുന്നത് സൗത്ത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനിയായ സൈമൺ ബൊലിവറിൻ്റെ ഒരു ശില്പമാണ്. ഇനി നമ്മൾ കുസ്കോ കത്തീഡ്രലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. പ്ലാസ ഡി അർമാസിൽ ഇന്നു കാണുവാൻ കഴിയുന്ന ഏറ്റവും ബൃഹത്തായ നിർമ്മിതിയാണ്
കുസ്കോ കത്തീഡ്രൽ. 1559 മുതൽ ഏകദേശം 100 വർഷമെടുത്താണ് ഒരു ഇൻകാ കൊട്ടാരത്തിൻ്റെ അടിത്തറയിൽ ഈ കത്തീഡ്രൽ നിർമ്മിച്ചത്. ഇൻകാകളുടെ കാലത്തുണ്ടായിരുന്ന കൊത്തുപണി ചെയ്ത കല്ലുകളും മരങ്ങളുമാണ് ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണത്തിന് കൂടുതലായും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചത്വരത്തിൻ്റെ ഉദ്യാന ഭാഗം ഒന്ന് ചുറ്റി നടന്ന് കണ്ടുവരാം. തറയിൽ ടൈലുകൾ പതിച്ച് വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് സുന്ദരമാക്കി സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടമെല്ലാം. ഇവിടെ പലയിടങ്ങളിലായി ശില്പങ്ങളും ജലധാരകളും സ്ഥാപിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഇരിക്കുന്നതിനായി നിരവധി ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചത്വരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുകയാണ്. ഈ കാണുന്ന കെട്ടിടം കുസ്കോ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സിൻ്റേതാണ്. കുസ്കോ സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിൻ്റെ നേതാവും കെച്ചുവ ചിത്രകാരനുമായ ഡീഗോ ക്വിസ്പെ ടിറ്റോയുടെ പേരിലാണ് ഇതറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുസ്കോയിൽ ഏകദേശം 5 ലക്ഷം ആളുകൾ വസിക്കുന്നു. 3000 വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്രമുണ്ട് കുസ്കോയ്ക്ക്. 15-ാം നൂറ്റാണ്ടിൽ ഇൻകാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാകുന്നതിന് മുമ്പ് തദ്ദേശീയ വിഭാഗങ്ങൾ ഇവിടെ വസിച്ചിരുന്നു. 1200 CE മാംഗോ കപ്പാക് ആണ് കുസ്കോ സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹത്തെ മാംഗോ ഇൻക എന്നും അയർ മാംഗോ എന്നും അറിയപ്പെടുന്നു. പിന്നീട് ഇൻക രാജാവായ പച്ചക്കുട്ടിയുടെ ഭരണത്തിൻ കീഴിൽ ക്ഷേത്രങ്ങൾ, പ്ലാസകൾ, സങ്കീർണമായ റോഡ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആകർഷകമായ ശിലാവാസ്തുവിദ്യയുള്ള ഒരു മഹത്തായ നഗരമായി കുസ്കോ രൂപാന്തരപ്പെട്ടു. 1533 സ്പാനിഷ് സൈന്യം ഈ നഗരം കീഴടക്കി. കുസ്കോ ടൂറിസ്റ്റ് ഹോട്ടലാണ് ഈ കാണുന്ന മനോഹരമായ കെട്ടിടം. ഇത് മൈനർ ബസിലിക്ക ഓഫ് ലാ മെസ്ഡ് എന്നറിയപ്പെടുന്ന ലാ മെസ്ഡ് പള്ളിയാണ്. ലാഡിസ്ലാവോ എസ്പിനാർ കരേര എന്ന പെറുവിയൻ സൈനിക ഉദ്യോഗസ്ഥൻ്റെയാണ് ഈ കാണുന്ന ശില്പം. കുസ്കോയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലാസ ഡി അർമാസ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും പ്രതീകാത്മകവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ സ്ക്വയറുകളിലൊന്നാണ്. അതിശയിപ്പിക്കുന്ന കൊളോണിയൽ വാസ്തുവിദ്യ, ഊർജ്ജസ്വലമായ വിപണികൾ, ആൻഡിയൻ പർവ്വതനിരകളുടെ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ സ്ക്വയർ നഗരത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ചർച്ച് ഓഫ് സൊസൈറ്റി ഓഫ് ജീസസ് എന്ന കത്തോലിക്ക പള്ളിയാണിത്. ഇൻക ഹുവൈന കപ്പാക്കിൻ്റെ കൊട്ടാരമായിരുന്ന പുരാതന അമുര കാഞ്ചിയുടെ സ്ഥലത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പ്ലാസ ഡി അർമാസ് യഥാർത്ഥത്തിൽ ഇൻക സാമ്രാജ്യത്തിൻ്റെ ആചാരപരവും ഭരണപരവുമായ കേന്ദ്രമായിരുന്നു. ഹുവായ് പാറ്റ എന്നായിരുന്നു അന്ന് ഇത് അറിയപ്പെട്ടിരുന്നത്. യോദ്ധാക്കളുടെ സ്ക്വയർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ വീണ്ടും കുസ്കോ കത്തീഡ്രലിൻ്റെ മുറ്റത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കുസ്കോയുടെ കാഴ്ച വളരെ മനോഹരമാണ്. 16-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിസ്കോ പിസാരോയുടെ നേതൃത്വത്തിൽ സ്പെയിനിൻ്റെ അധീനതയിലായതിനു ശേഷം കുസ്കോയിൽ നിരവധി പരിവർത്തനങ്ങളുണ്ടായി. നിരവധി ഇൻക നിർമ്മിതികൾ നശിപ്പിക്കുകയും ഇൻക ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന ശിലകൾ ഉപയോഗിച്ച് പള്ളികളും മാളികകളും ഉൾപ്പെടെയുള്ള കൊളോണിയൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ഇന്ന് സ്ക്വയറിനു ചുറ്റുമുള്ള നിരവധി കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങളുടെ അടിത്തട്ടിൽ ഇൻക കൊത്തുപണികളുടെ അവശിഷ്ടങ്ങൾ കാണുവാൻ കഴിയും. കുസ്കോയിലെ പ്ലാസ ഡി അർമാസ് വെറുമൊരു പൊതു സ്ക്വയർ മാത്രമല്ല, നഗരത്തിൻ്റെ ചലനാത്മകമായ ചരിത്രത്തിൻ്റെയും സാംസ്കാരിക പരിണാമത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷ്യമാണ്. ഇൻക സാമ്രാജ്യത്തിൻ്റെ ആചാരപരമായ ഹൃദയമെന്ന നിലയിൽ അതിൻ്റെ വേരുകൾ മുതൽ സ്പാനിഷ് ഭരണത്തിന് കീഴിലുള്ള അതിൻ്റെ പരിവർത്തനം വരെ പ്ലാസ കുസ്കോയുടെ ആത്മാവായി തുടരുന്നു. അവിടെ ചരിത്രവും പാരമ്പര്യവും ആധുനിക ജീവിതവും
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇൻകാ സാമ്രാജ്യത്തിലെ 9ാമത്തെ സാപ്പ ഇൻകയായ പച്ചക്കുറ്റിയുടെ പ്രതിമയുടെ അടുത്തേക്കാണ്. പ്രശസ്ത ലോകാത്ഭുതമായ മാച്ചു പിച്ചു ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. കുസ്കോയിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും ആസ്വദിച്ചിരിക്കേണ്ട ഒന്നാണ് പ്ലാസ ഡി മേയറിലെ രാത്രി കാഴ്ചകൾ. ഈ രാത്രിയുടെ അനുഭവം ഞങ്ങളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ സ്ക്വയറിന് ചുറ്റുമായി മനോഹരമായ നിരവധി കെട്ടിടങ്ങൾ കാണുവാൻ കഴിയും. സ്ക്വയറിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളിലും പരമ്പരാഗത സ്പാനിഷ് ബാൽക്കണികൾ, മരക്കൊത്തുപണികൾ, സങ്കീർണമായ കല്ല് കമാനങ്ങൾ എന്നിവയുണ്ട്. ഇവയിൽ പലതും ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളുമായി പ്രവർത്തിക്കുന്നു. ഇന്ന് പ്ലാസ ഡി എർമാസ് തദ്ദേശവാസികളും വിനോദസഞ്ചാരികളും ഒത്തുചേരുന്ന ഒരു ഉത്സവവേദിയാണ്. കുസ്കോയിലെ പ്ലാസ ഡി എർമാസിൻ്റെ രാത്രി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ രാവിലെ കുസ്കോയിലെ മറ്റു പ്രധാന കാഴ്ചകളിലേക്ക് പോകാം. കുസ്കോയുടെ ഹൃദയമായ പ്ലാസ ഡി എർമാസിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇൻകാ സാമ്രാജ്യകാലത്ത് ഒരു പ്രധാന ആചാര കേന്ദ്രമായിരുന്ന ഇത് ഇന്ന് അതിശയകരമായ കൊളോണിയൽ കെട്ടിടങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, ചരിത്ര സ്ഥലങ്ങൾ എന്നിവയാൽ സജീവമാണ്. കുസ്കോ കത്തീഡ്രൽ, സൊസൈറ്റി ഓഫ് ജീസസ് ചർച്ച്, പച്ചക്കുറ്റിയുടെ പ്രതിമ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. ഇൻകാ സാമ്രാജ്യത്തിലെ ഏറ്റവും പവിത്രമായി കരുതിയിരുന്ന സ്ഥലമായിരുന്നു കോറിക്കാഞ്ച അഥവാ സൂര്യൻ്റെ ക്ഷേത്രം. ഇൻകകളുടെ ശക്തിയും സമ്പത്തും പ്രതിഫലിപ്പിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചുവരുകൾ കട്ടിയുള്ള സ്വർണത്തിൽ പൊതിഞ്ഞതായിരുന്നു. സ്പാനിഷ് അധിനിവേശ കാലത്ത് ഈ ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള സ്വർണ്ണ വിഗ്രഹങ്ങളും സ്വർണ്ണഫലകങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. അവർ ഈ ക്ഷേത്രം ഭാഗികമായി നശിപ്പിക്കുകയും ഇവിടെ സാന്റോ ഡൊമിംഗോ കോൺവെന്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളും ഇന്നും സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. കൂടാതെ ഇവിടെയുള്ള മ്യൂസിയത്തിൽ ഇൻകകളുടെ കാലത്തേക്ക് വെളിച്ചം വീശുന്ന നിരവധി വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കുസ്കോ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ആധുനിക ശില്പങ്ങളിലൊന്നാണ് ക്രിസ്റ്റോ ബ്ലാങ്കോ. 8 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ കുസ്കോ നഗരത്തിന് അഭിമുഖമായി മലമുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രതിമയ്ക്ക് വെള്ള നിറമായതിനാൽ വെളുത്ത ക്രിസ്തുവിന്റെ പ്രതിമ എന്നും ഇതറിയപ്പെടുന്നു. 1945 അറബ് പാലസ്തീൻ കോളനി കുസ്കോയ്ക്ക് സമ്മാനിച്ചതാണ് ഈ ശില്പം. കുസ്കോ ശില്പിയായ ഫ്രാൻസിസ്കോ ഒലാസോയാണ് ഈ ശില്പം നിർമ്മിച്ചത്. കുസ്കോ നഗരത്തിന്റെ വടക്ക് ഭാഗത്തായി 3700 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സക്സൈവാമൻ. ഫോർട്രസ് ഓഫ് ദി റോയൽ ഫാൽക്കൺ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണുവാൻ കഴിയുകയെങ്കിലും അതിൽ നിന്നു തന്നെ ഇൻകകളുടെ കാലത്തെ വാസ്തുവിദ്യാ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 15ാം നൂറ്റാണ്ടിലാണ് ഈ കോട്ടയുടെ നിർമ്മാണം നടന്നിട്ടുള്ളത്. 1983 കുസ്കോയോടൊപ്പം സക്സൈവാമനും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. സാൻ പെട്രോ മാർക്കറ്റ് സന്ദർശിക്കാതെ കുസ്കോയിലൂടെയുള്ള സഞ്ചാരം പൂർണ്ണമാവുകയില്ല. ഈഫൽ ടവർ രൂപകൽപ്പന ചെയ്ത ഗുസ്താവ് ഈഫലാണ് ഈ മാർക്കറ്റിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കുസ്കോയിൽ നിർമ്മിക്കുന്ന കരകൗശല വസ്തുക്കളും തുണിത്തരങ്ങളും വാങ്ങുന്നതിനും കുസ്കോയുടെ ഭക്ഷണ വൈവിധ്യം ആസ്വദിക്കുന്നതിനും ഈ മാർക്കറ്റ് സന്ദർശിക്കാം. കുസ്കോ നഗരത്തിനടുത്ത് കലാകാരന്മാരുടെയും കരകൗശല വിദഗ്ധരുടെയും കേന്ദ്രമായ സ്ഥലമാണ് സാൻ ബ്ലാൻസ്. ഉരുളൻ കല്ലുകൾ പാകിയ ഇടുങ്ങിയ വർണ്ണാഭമായ തെരുവുകളാണ് സാൻ ബ്ലാസിന്റെ പ്രത്യേകത. ഇൻകാകളുടെ ശില്പവിദ്യയുടെയും നിർമ്മാണ സാങ്കേതിക വിദ്യയുടെയും ഉത്തമ ഉദാഹരണമാണ് ഹാറ്റൂൺ റൂമിയോക് സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന 12 ആംഗിൾഡ് സ്റ്റോൺ. കുസ്കോയിലെ ആർച്ച് ബിഷപ്പ് കൊട്ടാരത്തിന്റെ മതിലിന്റെ ഭാഗമാണ് ഈ കല്ല്. ഇത് പെറുവിലെ ഒരു ദേശീയ പൈതൃക വസ്തുവായി കണക്കാക്കപ്പെടുന്നു. കുസ്കോയിലെ ആർച്ച് ബിഷപ്പ് പാലസിലാണ്
മ്യൂസിയം ഓഫ് റിലീജിയസ് ആർട്ട് പ്രവർത്തിക്കുന്നത്. ഇൻക കാലഘട്ടത്തിലെ ഇൻക റോക്കയുടെ കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ആർച്ച് ബിഷപ്പ് പാലസായി മാറിയത്. ശില്പചാരുതയുള്ള വലിയ കവാടവും തെരുവിലേക്ക് തള്ളി നിൽക്കുന്ന മട്ടുപ്പാവും ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതയാണ്. പെറുവിലെ കുസ്കോയിൽ നിന്നും ഇൻകകളുടെ വിശുദ്ധ താഴ്വരയിലൂടെയുള്ള ഒരു യാത്രയ്ക്ക് നമ്മൾ പുറപ്പെടുകയാണ്. കുസ്കോയിൽ നിന്നും 28 കിലോമീറ്റർ മാറി ഉറുബമ്പ പ്രൊവിൻസിലുള്ള മഴവില്ലിൻ്റെ നഗരമെന്നറിയപ്പെടുന്ന ചിഞ്ചറോയിലേക്കാണ് നമ്മളുടെ യാത്ര. ചിഞ്ചറോ ആർക്കിയോളജിക്കൽ പാർക്കിന് മുന്നിലുള്ള ടൂറിസം സെന്ററിൽ നിന്നും സേക്രഡ് വാലി കാണുന്നതിനുള്ള ടിക്കറ്റ് എടുത്ത് ചിഞ്ചറോ ആർക്കിയോളജിക്കൽ പാർക്കിന്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നടന്നു. സേക്രഡ് വാലിയിലെ ചിഞ്ചറോ, പിസാഗ്, ഒലന്തൈൻ താംബോ, മൊറേ എന്നിവ സന്ദർശിക്കുന്നതിനുള്ളതാണ് ഈ പാസ്. ഇവിടെ വഴിയുടെ ഇരുവശങ്ങളിലും ധാരാളം കരകൗശല വസ്തുക്കൾ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. അൽപ്പക്കയുടെയും ലാമയുടെയും രോമത്തിലും തുകലിലും നിർമ്മിച്ച വസ്തുക്കളാണ് അവയിൽ കൂടുതലും. ഇൻകകളുടെ കാലത്തിനും വളരെ മുമ്പേയുള്ള പുരാതന അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന കുസ്കോയിലെ ഒരു പരമ്പരാഗത പട്ടണമാണ് ചിഞ്ചറോ. സമുദ്രനിരപ്പിൽ നിന്നും 3762 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് സ്ഥിരമായി ഇവിടെ മഴവില്ലുകൾ രൂപപ്പെടുന്നതിനാൽ മഴവില്ലുകളുടെ നഗരമെന്നും ഇത് അറിയപ്പെടുന്നു. ചിഞ്ചറോ ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇൻക രാജാവായിരുന്ന ഇൻക ടുപാക് യുപാൻകിയുടെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് നേറ്റിവിറ്റി എന്ന മാതാവിൻ്റെ പള്ളിയാണ് നിലവിലുള്ളത്. ഇതുകൂടാതെ ഇൻകകളുടെ കാലത്ത് തൊട്ട് തന്നെ കൃഷിക്കായി നിർമ്മിച്ച ടെറസുകളും അവരുടെ തന്നെ മറ്റു ചില ശിലാനിർമ്മിതികളും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൊട്ടാരം 1480-ൽ ടുപാക് യുപാൻകിയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണെന്ന് കരുതപ്പെടുന്നു. 1493-ൽ ടുപാക് യുപാൻകി മരിച്ചത് ഈ കൊട്ടാരത്തിൽ വച്ചാണ്. 1536-ലെ സ്പാനിഷ് അധിനിവേശത്തിന് ശേഷം ഈ കൊട്ടാരം സ്പെയിൻകാർ പിടിച്ചെടുക്കുകയും ഇപ്പോൾ കാണുന്ന ഈ പള്ളി പണികഴിപ്പിക്കുകയും ചെയ്തു. ഇൻകകളുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ശിലകൾ കൊണ്ട് പുനർനിർമ്മിച്ചവയാണ് ഈ കാണുന്ന മതിലുകൾ. കുന്നിൻ പ്രദേശങ്ങളെ തട്ടുതട്ടായി തിരിച്ച് മതിലുകൾ പണിഞ്ഞ് ഈ ടെറസുകളിലാണ് ഇൻകകൾ കൃഷി ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ധാരാളം ടെറസുകളോട് കൂടിയ ഒരു കൃഷിയിടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പച്ച പുതച്ച ഈ മലഞ്ചെരുവിലേക്ക് ഇറങ്ങി വരുന്ന കോടമഞ്ഞ് ഇവിടെ നമുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്നു. മഞ്ഞിൻ്റെ കുളിരുള്ള ആ മലമുകളിലേക്ക് വരുന്ന കോടമഞ്ഞിൻ്റെ കാഴ്ചകളും പച്ചപ്പിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു. ഇൻകകളുടെ വിശുദ്ധ താഴ്വരയിൽ നിർമ്മിക്കപ്പെട്ട 7 ജില്ലകളിലൊന്നാണ് ചിഞ്ചറോ. മാച്ചുപിച്ചുവിലേക്കുള്ള വഴിയിലെ പ്രധാന ഒരു സങ്കേതം കൂടിയായിരുന്നു ഈ പട്ടണം. 1536-ലെ സ്പാനിഷ് അധിനിവേശ കാലത്ത് ടുപാക് യുപാൻകിയുടെ കൊട്ടാരം നശിപ്പിക്കുകയും ചിഞ്ചറോ പട്ടണത്തിൻ്റെ നല്ലൊരു ഭാഗം തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇൻക സമ്പ്രദായത്തിന് കീഴിൽ ഐലു എന്നറിയപ്പെടുന്ന സമൂഹം ഇപ്പോഴും ഇവിടെ താമസിച്ചു വരുന്നു. ഇവരിപ്പോഴും പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുകയും പുരാതന ആചാരങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. മലയെ തട്ടുതട്ടായി തിരിച്ചിരിക്കുന്ന കൽമതിലുകൾക്കിടയിലുള്ള വഴിയിലൂടെ നടന്ന് നമ്മൾ ചിഞ്ചറോ ആർക്കിയോളജിക്കൽ സൈറ്റ്സിൻ്റെ പുറത്തേക്ക് പോകുകയാണ്. അടുത്തതായി പരമ്പരാഗത ആൻഡിയൻ രീതിയിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഇവിടുത്തെ ടെക്സ്റ്റൈൽ സെൻ്ററിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിഞ്ചറോയിലെ ടെക്സ്റ്റൈൽ സെൻ്ററിലേക്ക് സ്വാഗതം.
തദ്ദേശീയരായ കെച്ചുവ വിഭാഗത്തിൽപ്പെട്ട നെയ്ത്തുകാരാണ് ഈ ടെക്സ്റ്റൈൽ സെൻ്ററിൻ്റെ നടത്തിപ്പുകാർ. പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുവാനും നെയ്ത്തുകാരെയും അവരുടെ ജോലിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകുന്നതിനുമാണ് ഈ സെൻ്റർ നടത്തിവരുന്നത്. ആൻഡിയൻ പെറു അതിൻ്റെ മനോഹരവും സങ്കീർണവും വർണ്ണാഭവുമായ തുണിത്തരങ്ങൾക്ക് പേരുകേട്ടതാണ്. തദ്ദേശീയമായി പരമ്പരാഗത രീതിയിൽ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നതെങ്ങനെയാണെന്ന് ഇവിടെ ടൂറിസ്റ്റുകൾക്കായി പ്രദർശിപ്പിക്കുന്നു. അൽപ്പക്ക, ലാമ, ചെമ്മരിയാട് എന്നിവയുടെ രോമങ്ങളിൽ നിന്നും കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നത്. ആദ്യമായി ഒരു സ്ത്രീ അൽപ്പക്കയുടെ രോമം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. പിന്നീട് അതെങ്ങനെയാണ് വൃത്തിയാക്കിയെടുക്കുന്നതെന്നും അവർ പ്രദർശിപ്പിക്കുന്നു. പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് രോമം വൃത്തിയാക്കിയെടുക്കുന്നതും അവയ്ക്ക് നിറങ്ങൾ നൽകുന്നതും. പലതരത്തിലുള്ള ഫലങ്ങളും ഇലകളും മറ്റും ഉപയോഗിച്ചാണ് ഇവർ ഓരോ നിറങ്ങളും നൽകുന്നത്. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന നിറമുള്ള ചോളവും മറ്റു ചില ഫലങ്ങളും നാരങ്ങയും പലതരത്തിലുള്ള ഇലകളും മറ്റും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അൽപ്പക്കയുടെ രോമത്തിന് ചുവപ്പ് നിറം നൽകുന്നതാണ് ഇവിടെ കാണുന്നത്. നിറം നൽകിയ രോമങ്ങൾ നൂലുകളായി പിരിച്ചെടുക്കുന്നു. അതിനുശേഷം പ്രാദേശികമായ തറികളിൽ അവ നെയ്തെടുക്കുന്നതും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നെയ്ത്ത് പൂർത്തിയായ ഒരു വസ്ത്രം നിവർത്തി കാണിച്ച് അതിൻ്റെ പ്രത്യേകതകളാണ് ഇപ്പോൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംഘം കുറച്ചു സമയം ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. ഈ കെട്ടിടത്തിൻ്റെ ചുമരുകൾ വളരെ മനോഹരമായി പരമ്പരാഗത രീതിയിലുള്ള ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇൻകകളുടെ വസ്ത്രങ്ങളിലും ചുമർ ചിത്രങ്ങളിലുമെല്ലാം നിരവധി വർണ്ണങ്ങളുടെ വിസ്മയകരമായ സങ്കലനം കാണുവാൻ കഴിയും. ഇനി നമുക്ക് ഇവിടുത്തെ വിൽപ്പന കേന്ദ്രത്തിലേക്ക് പോകാം. ഇവിടെ നിർമ്മിച്ച വസ്ത്രങ്ങളും ഇവിടെയുള്ള തദ്ദേശീയർ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും വിൽപ്പനയ്ക്കായി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ വലുപ്പത്തിലും ആകൃതിയിലുമുള്ള പാവകൾ, തൊപ്പികൾ, ബാഗുകൾ, ഷാളുകൾ, മറ്റു തുണിത്തരങ്ങൾ എന്നിവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മിക്കവയ്ക്കും നല്ല വിലയാണ്. ചിഞ്ചരോയിലെ ടെക്സ്റ്റൈൽ സെൻ്ററിൽ നിന്നുള്ള വർണ്ണാഭമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇൻകകളുടെ സേക്രഡ് വാലിയിലെ അടുത്ത കാഴ്ചകൾക്കായി ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പെറുവിലെ ഇൻകകളുടെ വിശുദ്ധ നഗരത്തിലൂടെയുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. കുസ്കോ നഗരത്തിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മൊറേ. ഇവിടെയുള്ള വൃത്താകൃതിയിലുള്ള ഇൻക കൃഷിത്തട്ടുകൾ ഇൻകകളുടെ ആദ്യകാലത്തെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണെന്ന് കരുതപ്പെടുന്നു. മുറയിലുള്ള വൃത്താകൃതിയിലുള്ള അഗ്രികൾച്ചറൽ ടെറസുകളിൽ ഏറ്റവും വലിപ്പമുള്ള ഒന്നാണ് ഈ കാണുന്നത്. 500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇൻകാകൾ നിർമ്മിച്ച ഈ അഗ്രികൾച്ചറൽ ടെറസുകൾ കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ടെറസുകളുടെ ഓരോ ലെവലിലും വ്യത്യസ്ത താപനിലകൾ വരുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ടെറസിൻ്റെ താഴെ മുതൽ മുകളിൽ വരെ 15 ഡിഗ്രി വരെ ചൂട് വ്യത്യാസം അനുഭവപ്പെടുന്നു. ടെറസിൻ്റെ ആഴം കൂടുന്തോറും താപനില കൂടുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. ചോളം, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയുടെ നിരവധി ഇനങ്ങൾ ഈ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തുവെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത്. കൃഷിയിലും എൻജിനീയറിംഗിലുമുള്ള ഇൻകകളുടെ വിപുലമായ അറിവിൻ്റെ തെളിവാണ് മൊറയിലെ വൃത്താകൃതിയിലുള്ള അഗ്രികൾച്ചറൽ ടെറസുകൾ.
ആൻഡിയൻ മലനിരകളിൽ ഇൻകകൾ ഒരുക്കിയ ഈ വിസ്മയം കണ്ടതിന് ശേഷം സേക്രഡ് വാലിയിലെ അടുത്ത കാഴ്ചകൾക്കായി മരസ് പട്ടണത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. കുസ്കോയിൽ നിന്നും 40 കിലോമീറ്റർ വടക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണമാണ് മരസ്. മരസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നാണ് ഇവിടുത്തെ ഉപ്പ് ഖനികൾ. ഉപ്പ് ഖനിയിലേക്ക് സ്വാഗതമെന്ന് സ്പാനിഷിൽ എഴുതിയ കവാടത്തിലൂടെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. ഉപ്പ് ഖനിയിലേക്ക് പോകുന്ന പാതയുടെ വശത്തായി നിരവധി രാജ്യങ്ങളുടെ പതാകകൾ നാട്ടിയിട്ടുണ്ട്. അവയിൽ നമ്മുടെ പതാകയും കണ്ടു. ഇൻകകൾക്ക് മുൻപ് വാരി നാഗരികതയുടെ കാലഘട്ടം മുതൽ നിലവിലുള്ളതാണ് ഈ ഉപ്പ് ഖനികളെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഖനികളുടെ സാമ്പത്തിക പ്രാധാന്യം മനസ്സിലാക്കിയ ഇൻകകൾ അവരുടെ ഭരണകാലത്ത് ഇവിടം കൂടുതൽ വികസിപ്പിച്ചു. ഇപ്പോൾ 6000-ലധികം ഉപ്പ് ഖനനം ചെയ്യുന്ന കളങ്ങൾ ഇവിടെയുണ്ട്. തട്ടുതട്ടായുള്ള മലയിടുക്കുകളിലൂടെ താഴേക്കിറങ്ങുമ്പോൾ ഉപ്പ് ഖനികളുടെ വ്യക്തമായ കാഴ്ച നമുക്ക് ലഭിക്കുന്നു. ഇവിടെയുള്ള സമർത്ഥമായ ഭൂഗർഭ ഉപ്പുവെള്ള ഉറവകളാണ് ഈ ഖനിയുടെ അടിസ്ഥാനം. ഇവിടെയുള്ള ഭൂഗർഭ ഉപ്പുവെള്ള ഉറവകളെ ചാലുകളിലൂടെ ഒഴുക്കി മലമടക്കുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ഉപ്പളങ്ങളിലെത്തിച്ച് ബാഷ്പീകരിച്ചാണ് ഇവിടെ ഉപ്പ് നിർമ്മിക്കുന്നത്. ഓരോ ഉപ്പളത്തിനും 5 ചതുരശ്ര മീറ്റർ വലുപ്പമുണ്ട്. മലമടക്കുകളിൽ പരന്നുകിടക്കുന്ന ഈ ഉപ്പളങ്ങൾ നിരവധി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. കൂടാതെ 100 കണക്കിന് ആൻഡിയൻ തദ്ദേശീയരുടെ വരുമാന മാർഗവുമാണ് ഈ ഉപ്പളങ്ങൾ. 100 കണക്കിന് വർഷങ്ങളായി ഇവിടെ നിന്നും സംഭരിക്കുന്ന ഉപ്പ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുന്നു. വ്യത്യസ്തമായ ഈ ഉപ്പ് നിർമ്മാണത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉപ്പ് ഖനിയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്തേക്കുള്ള വഴിയുടെ വശങ്ങളിൽ ഇവിടെ നിർമ്മിക്കുന്ന ഉപ്പും മറ്റു പെറുവിയൻ കരകൗശല വസ്തുക്കളും വിൽക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട്. മരസ് സാൾട്ട് മൈനിൻ്റെ കാഴ്ചകൾ കണ്ടതിനു ശേഷം ഇനി നമ്മൾ പോകുന്നത് മരസ് സിറ്റി സെൻറ്ററിലേക്കാണ്. മരസ് സിറ്റി സെൻറ്ററിൻ്റെ ഹൃദയഭാഗത്തുള്ള ചത്വരത്തിൽ ഇങ്ങനെയൊരു കാഴ്ചയുണ്ട്. മരസിലെ പ്രധാന കാഴ്ചകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു നിർമ്മിതിയാണിത്. മൊറേ, സാൾട്ട് മൈൻസ്, സാൻ ഫ്രാൻസിസ്കോ ചർച്ച് എന്നിവയുടെ രൂപങ്ങളാണ് ഇതിലുള്ളത്. ഒലന്തൈത്താംബോ വെറും ഒരു പുരാവസ്തു കേന്ദ്രമല്ല. ഭൂതകാലവും വർത്തമാനവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു പട്ടണമാണിത്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം മലമുകളിൽ നിർമ്മിച്ച ബൃഹത്തായ ഒരു കോട്ടയാണ്. ഈ കോട്ടയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒലന്തൈത്താംബോ കോട്ടയുടെ പടിപ്പുരയിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ചെന്നെത്തുന്നത് വളരെ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മുന്നിൽ കാണുന്ന മലയുടെ തട്ടുകളിൽ ധാരാളം ഇൻക അഗ്രികൾച്ചറൽ ടെറസുകൾ കാണുവാൻ കഴിയും. ഈ മലയുടെ ഏറ്റവും മുകളിലായാണ് ഇവിടുത്തെ സൈനിക കേന്ദ്രമായ കോട്ടയും സൂര്യദേവന്റെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായ ഈ കോട്ടയുടെ മുറ്റത്ത് ധാരാളം ശിലാരൂപങ്ങൾ കാണുവാൻ കഴിയും. കുസ്കോ നഗരത്തിൽ നിന്നും 72 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും 2792 മീറ്റർ ഉയരത്തിലാണ് ഒലന്തൈത്താംബോ സ്ഥിതി ചെയ്യുന്നത്. മുന്നിൽ കാണുന്ന ഇൻക കൃഷിത്തട്ടുകൾക്ക് വശങ്ങളിലുള്ള പടികൾ കയറി വേണം ഈ മലയുടെ മുകളിലുള്ള കോട്ടയിലേക്കെത്താൻ. ഇൻകകളുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക, കാർഷിക, മതകേന്ദ്രമായിരുന്നു ഒലന്തൈത്താംബോ. ഒലന്തൈ എന്ന ഇൻക യോദ്ധാവിൻ്റെ വിശ്രമ സ്ഥലം എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഒലന്തൈത്താംബോ എന്ന പേര് വന്നത്. ഇൻക സാമ്രാജ്യത്തിൻ്റെ ഉദയത്തിനു മുമ്പ്
ഈ പ്രദേശത്ത് വിവിധ ആൻഡിയൻ സംസ്കാരങ്ങൾ അധിവസിച്ചിരുന്നു. എന്നാൽ ഒലന്റെയ്റ്റാംബോയെ ഒരു പ്രധാന നഗരമാക്കി മാറ്റിയത് ഇൻക ഭരണാധികാരിയായിരുന്ന പച്ചക്കുട്ടിയായിരുന്നു. കുറേയധികം പടവുകൾ കയറി ഇപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഈ മലയുടെ എതിർഭാഗത്തായി കാണുന്ന മറ്റൊരു മലയിൽ ചില നിർമ്മിതികൾ കാണാം. അവ ഇൻകകളുടെ സംഭരണ കേന്ദ്രങ്ങളായിരുന്നു. ഇനിയും നിരവധി പടവുകൾ താണ്ടി മുകളിലേക്കെത്തിയാൽ മാത്രമേ ഇവിടുത്തെ കോട്ടയും സൂര്യദേവന്റെ ക്ഷേത്രവും മറ്റും കാണുവാനാകൂ. ഇവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോഴുള്ള ഒലൈറ്റെയ്റ്റാംബോ പട്ടണത്തിൻ്റെ കാഴ്ച ഇങ്ങനെയാണ്. ഇനി മുകളിലുള്ള കോട്ടയുടെ ഭാഗത്തെത്തിയതിനു ശേഷം ബാക്കി കാഴ്ചകൾ കാണാം. ഒലൈറ്റെയ്റ്റാംബോ കോട്ടയുടെ മുകൾ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വളരെ ഭീമാകാരമായ കല്ലുകൾ അടുക്കി വച്ച് നിർമ്മിച്ച ഇൻക രീതിയിലുള്ള ധാരാളം കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണുവാൻ കഴിയും. ഇവയിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള നിർമ്മിതികളും ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്നും താഴേക്കിറങ്ങുകയാണ്. ഇവിടെയുള്ള പുൽത്തകിടിയിൽ ധാരാളം ലാമകളെയും അൽപ്പാക്കകളെയും കാണാം. 16-ാം നൂറ്റാണ്ടിലെ സ്പാനിഷ് അധിനിവേശ സമയത്ത് അധിനിവേശക്കാർക്കെതിരായ ചെറുത്തുനിൽപ്പിൽ ഒലൈറ്റെയ്റ്റാംബോ നിർണായക പങ്കുവഹിച്ചു. ഒലന്റെയ്റ്റാംബോയുടെ ഈ കാഴ്ചകളിൽ നിന്നും നമുക്ക് ഇൻകകളുടെ കാലത്തെ കാർഷിക രീതികളും കെട്ടിട നിർമ്മാണ വൈദഗ്ധ്യവും അവരുടെ നഗര ആസൂത്രണ രീതിയും മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് ഒലന്റെയ്റ്റാംബോ പെറുവിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടുന്ന ഇൻക പട്ടണങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഇതൊരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. മാച്ചുപിച്ചുവിലേക്കുള്ള ഒരു പ്രധാന കവാടമായി ഇത് വർത്തിക്കുന്നു. മാച്ചുപിച്ചുവിലേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് ഒലന്റെയ്റ്റാംബോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. ഒലന്റെയ്റ്റാംബോ ആർക്കിയോളജിക്കൽ സൈറ്റിലെ നിരവധി കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും മറ്റും ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം വിശാലമായ ഈ പുൽപ്പരപ്പിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് നടന്നു. ഉറുബാമ്പ നദിക്കരയിലെ ഒലന്റെയ്റ്റാംബോ ഇൻകകളുടെ അതിശയ നിർമ്മിതികളുടെ നിഗൂഢ സൗന്ദര്യം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. മലകളും താഴ്വാരങ്ങളും ഉറുബാമ്പ നദിയും ഉൾപ്പെടുന്ന ഇവിടുത്തെ ആൻഡിയൻ പ്രകൃതി ഭംഗിയും സഞ്ചാരികളുടെ മനസ്സിനെ ആകർഷിക്കും. ഒലന്റെയ്റ്റാംബോ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് നടന്നു. പുറത്തേക്കുള്ള വഴിയുടെ വശങ്ങളിലെല്ലാം പെറുവിയൻ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം വിൽപ്പന കേന്ദ്രങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ ഒലന്റെയ്റ്റാംബോ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ലോകാത്ഭുതമായ മാച്ചുപിച്ചുവിലേക്ക് പോകുന്നതിനുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. ചെറുതെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടി മനോഹരമായി സജ്ജീകരിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ സ്റ്റേഷൻ. മാച്ചുപിച്ചുവിലേക്ക് പോകുന്നതിനുള്ള പെറു റെയിലിന്റെ ട്രെയിനിൽ ഞങ്ങൾ കയറി. കുസ്കോയിൽ നിന്നും അക്വാസ് കാലിയന്റസ് വരെ റെയിൽവേ ലൈൻ ഉണ്ടെങ്കിലും മണ്ണിടിച്ചിൽ കാരണം പലപ്പോഴും ഗതാഗതം തടസ്സപ്പെടുന്നതിനാൽ ഇപ്പോൾ ഒലന്റെയ്റ്റാംബോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അക്വാസ് കാലന്റിയസിലേക്കുള്ള ട്രെയിനുകൾ പുറപ്പെടുന്നത്. മലനിരകളാൽ മനോഹരമായ ആൻഡിയൻ കാഴ്ചകളിലൂടെ ട്രെയിൻ മുന്നോട്ടു പോകുകയാണ്. റെയിൽവേ പാളത്തിൻ്റെ ഇരുവശങ്ങളിലും കൃഷിഭൂമികളാണ് കാണുവാൻ കഴിയുക. ഉറുബാമ്പ നദി ഫലപുഷ്ടമാക്കുന്ന പെറുവിയൻ കാർഷിക മേഖലയാണ് ഈ ഗ്രാമങ്ങളിലുള്ളത്. ഇവിടുത്തെ പ്രധാന കൃഷികൾ ചോളവും ഉരുളക്കിഴങ്ങും മറ്റുമാണ്. ഒലന്റെയ്റ്റാംബോയിൽ നിന്നും അക്വാസ് കാലിയന്റസിലേക്ക് 44 കിലോമീറ്റർ ദൂരമാണുള്ളത്. 1.5 മണിക്കൂർ സമയമെടുത്താണ് ഈ ട്രെയിൻ അവിടെ എത്തിച്ചേരുന്നത്. പെറു റെയിൽ, ഇൻക റെയിൽ എന്നീ 2 കമ്പനികളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് പെറു റെയിലിലാണ്. മനോഹരമായ കൃഷിപ്പാടങ്ങൾ പിന്നിട്ട് ട്രെയിൻ ഇപ്പോൾ മരങ്ങളും പാറക്കെട്ടുകളും മലകളും നിറഞ്ഞ ഭാഗത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വരി പാളമായതിനാൽ പ്രത്യേക സ്ഥലങ്ങളിൽ ട്രെയിനുകൾ നിർത്തിയിട്ടാണ് എതിർ സൈഡിൽ നിന്നും വരുന്ന ട്രെയിനുകളെ കടത്തിവിടുന്നത്.
ഇപ്പോൾ ട്രെയിൻ മാച്ചു പിച്ചു പുബ്ലോ എന്നറിയപ്പെടുന്ന അഗ്വാസ് കാലിയൻഡസ് സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഒരു ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പെറുവിലെ ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകൾ കാണുന്നതിനായി അഗ്വാസ് കാലിയൻഡസ് പട്ടണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തന്നെ വഴിക്ക് ഇരുവശങ്ങളിലായും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കരകൗശല വസ്തുക്കളും മറ്റും വിൽക്കുന്ന ധാരാളം വിപണനശാലകൾ കാണുവാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ താമസ സ്ഥലമായ ഹോട്ടലിലേക്ക് പോകുകയാണ്. അതിനുശേഷം മാച്ചു പിച്ചു ടൗണിൻ്റെ കാഴ്ചകൾ കാണുവാൻ പുറത്തേക്കിറങ്ങാം. ചരിത്രപ്രസിദ്ധ ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ നഗരമാണ് അഗ്വാസ് കാലിയൻഡസ്. സമുദ്രനിരപ്പിൽ നിന്നും 2040 മീറ്റർ ഉയരത്തിലാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ശില്പം മാച്ചു പിച്ചുവിൻ്റെ സ്ഥാപകനായ പച്ചക്കുട്ടിയുടേതാണ്. ഉറുബംബ നദിയാണ് ഈ ഒഴുകുന്നത്. വിൽക്കനോത്ത നദി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ നദിയുടെ ഇരുകരകളിലുമായാണ് മാച്ചു പിച്ചു പട്ടണം വികസിച്ചിരിക്കുന്നത്. നദിയുടെ ഇരുകരകളും വളരെ മനോഹരമായി സംരക്ഷിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ഈ ചെറുപട്ടണത്തിൻ്റെ ഇടവഴികളിലൂടെ ഒന്ന് യാത്ര പോകുകയാണ്. കല്ലുപാകി മനോഹരമാക്കിയ ഈ വഴിയുടെ ഇരുവശങ്ങളിലും വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയുള്ള വ്യാപാരശാലകളും ഹോട്ടലുകളും മസാജ് സെൻ്ററുകളും മറ്റുമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ചത്വരത്തിലാണ്. ഇൻക രാജാവായ മാച്ചു പിച്ചുവിൻ്റെ സ്ഥാപകനായ പച്ചക്കുട്ടിയുടെ പ്രതിമ ഇവിടെയും കാണാം. ഇതിനടുത്തായി തന്നെ മാതാവിൻ്റെ ഒരു പള്ളിയുമുണ്ട്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു പട്ടണമാണ് അഗ്വാസ് കാലിയൻഡസ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഓരോ വർഷവും മാച്ചു പിച്ചു എന്ന ലോകാത്ഭുതം സന്ദർശിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നു. അഗ്വാസ് കാലിയൻഡസ് എന്ന സ്പാനിഷ് വാക്കിൻ്റെ അർത്ഥം ചൂടുവെള്ളം എന്നാണ്. നിരവധി ഹോട്ട് സ്പ്രിങ്സ് ഉള്ളതിനാലാണ് ഈ സ്ഥലത്തിന് അഗ്വാസ് കാലിയൻഡസ് എന്ന പേര് വന്നത്. പട്ടണത്തിൻ്റെ സൗന്ദര്യവൽക്കരണത്തിനായി നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളാണ് ഈ കാണുന്നതൊക്കെ. ആൻഡിയൻ മലനിരകൾക്കിടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു പട്ടണമാണ് അഗ്വാസ് കാലിയൻഡസ്. ട്രെയിനിലോ കാൽനടയായോ മാത്രമേ ഈ പട്ടണത്തിലേക്ക് എത്തുവാൻ കഴിയൂ. കൂടാതെ മാച്ചു പിച്ചുവിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും ഇവിടെ നിലവിലില്ല. ഇനി നമുക്ക് ഈ പട്ടണത്തിൻ്റെ ചില രാത്രി കാഴ്ചകൾ കാണാം. മാച്ചു പിച്ചു സന്ദർശിക്കുവാനെത്തുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് നിലകൊള്ളുന്ന ഒരു പട്ടണമാണ് അഗ്വാസ് കാലിയൻഡസ്. ധാരാളം ഇൻക കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന തദ്ദേശീയവാസിയർ ഇവിടെയുണ്ട്. അവരുടെ വിപണനശാലകളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലും കൂടുതലായും കാണുവാൻ കഴിയുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വൈവിധ്യം ലഭിക്കുന്ന നിരവധി റെസ്റ്റോറൻറ്റുകൾ സഞ്ചാരികൾക്കായി ഇവിടെ തുറന്നു പ്രവർത്തിക്കുന്നു. ധാരാളം മസാജ് സെൻ്ററുകളും പ്രകൃതിദത്ത സ്റ്റീം ബാത്ത് സൗകര്യമൊരുക്കുന്ന കേന്ദ്രങ്ങളും ഈ പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെറുവിൻ്റെ കുസ്കോ റീജിയനിൽ ഉറുബാംബ പ്രൊവിൻസിലുള്ള ഒരു ജില്ലയാണ് മാച്ചു പിച്ചു. മാച്ചു പിച്ചു ജില്ലയുടെ ആസ്ഥാനവും അഗ്വാസ് കാലിയൻഡസ് തന്നെയാണ്. 5000-ൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു ജില്ലയാണ് മാച്ചു പിച്ചു. 1931-ൽ ഇവിടേക്കുള്ള റെയിൽവേ ലൈൻ തുറന്നതിന് ശേഷമാണ് ഈ പട്ടണം സജീവമായത്. ഇവിടെ ഉറുബാംബ നദിക്ക് കുറുകെയുള്ള ഒരു പാലത്തിൽ ധാരാളം ലോക്കുകൾ ബന്ധിച്ചിട്ടിരിക്കുന്നത് കാണാം. ലോകത്ത് നിരവധി സ്ഥലങ്ങളിൽ ഇതിപ്പോൾ ഒരാചാരമായി മാറിയിരിക്കുകയാണ്. മാച്ചു പിച്ചു പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇക്കാണുന്ന രീതിയിൽ മാച്ചു പിച്ചുവിൻ്റെ ചരിത്രം ആലേഖനം ചെയ്യുന്ന ശില്പവേലകൾ ചെയ്ത ധാരാളം മതിലുകൾ കാണുവാൻ കഴിയും. പട്ടണത്തിൻ്റെ രാത്രി കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ മുറിയിലേക്ക് നടന്നു. പെറുവിൻ്റെ അഭിമാനമായ
നവീന ലോകാത്ഭുതങ്ങളിലൊന്നായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അഗ്വാസ് കാലിൻഡസ് പട്ടണത്തിൽ നിന്നും മാച്ചു പിച്ചു വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പോകുന്ന മിനി ബസ്സിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഹിറാം ബിങ്കാമിൻ്റെ പേരിലുള്ള ഈ റോഡിലൂടെ 9 കിലോമീറ്റർ ദൂരം അരമണിക്കൂറെടുത്താണ് നാം മാച്ചു പിച്ചുവിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുന്നത്. ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. പ്രവേശന കവാടത്തിലെ കൗണ്ടറിൽ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഞങ്ങളിപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും നവീന ലോകാത്ഭുതങ്ങളിലൊന്നുമായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നിരിക്കുകയാണ്. പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളുടെ ഹൃദയഭാഗത്ത് മറഞ്ഞിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുരാവസ്തു കേന്ദ്രങ്ങളിലൊന്നാണ് മാച്ചു പിച്ചു. കുസ്കോയിൽ നിന്നും 80 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2430 മീറ്റർ ഉയരത്തിലാണ് മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത്. ആൻഡീസിലെ വിൽക്കാബാംബ ശ്രേണിയുടെ ഭാഗമായ മാച്ചു പിച്ചു പർവ്വതത്തിൻ്റെയും ഹുവൈന പിച്ചുവിൻ്റെയും ഉയർന്ന കൊടുമുടികൾക്കിടയിലാണ് മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത്. ഇൻകകളുടെ ഭാഷയായ കെച്ചുവയിൽ മാച്ചു പിച്ചു എന്ന വാക്കിനർത്ഥം ഓൾഡ് പീക്ക് അഥവാ പുരാതന കൊടുമുടി എന്നാണ്. 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിൽ ഇങ്ക ചക്രവർത്തിയായിരുന്ന പച്ചക്കുട്ടിയുടെ ഭരണകാലത്ത് ഒരു രാജകീയ എസ്റ്റേറ്റായിട്ടാണ് ഈ പട്ടണം നിർമ്മിക്കപ്പെട്ടത്. നിർമ്മാണത്തിന് 1 നൂറ്റാണ്ട് ശേഷം 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ മാച്ചു പിച്ചു ഉപേക്ഷിക്കപ്പെട്ട ഒരു നഗരമായി തീർന്നു. സ്പാനിഷ് അധിനിവേശത്തിന് ശേഷമുള്ള ഇൻക സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ് ഇതിനൊരു കാരണമായി പറയപ്പെടുന്നത്. ഇവിടെ പടർന്നു പിടിച്ച പകർച്ചവ്യാധി മൂലം ജനങ്ങൾ മാച്ചു പിച്ചു ഉപേക്ഷിച്ചതായും മറ്റൊരു വിശ്വാസമുണ്ട്. അതിനുശേഷം നൂറ്റാണ്ടുകളോളം വിസ്മൃതിയിൽ ആണ്ടുകിടന്ന മാച്ചു പിച്ചുവിനെ 1911 അമേരിക്കൻ പര്യവേഷകനായ ഹിറാം ബിങ്ഹാമാണ് ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. 1983 മാച്ചു പിച്ചു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പരിഗണിക്കപ്പെട്ടു. 2007 7 ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ മാച്ചു പിച്ചുവും ഇടം നേടി. മാച്ചു പിച്ചുവിലെ ഇൻക അഗ്രികൾച്ചറൽ ടെറസുകളിലൂടെ നടന്നെത്തിയ ഞങ്ങൾ കാണുന്നത് ആകെ മഞ്ഞുമൂടിയ കാഴ്ചയാണ്. എങ്കിലും അല്പസമയം കാത്തുനിന്നപ്പോൾ മഞ്ഞിൻ്റെ തിരശീല നീക്കി മാച്ചു പിച്ചുവെന്ന ലോകമഹാത്ഭുതത്തിൻ്റെ കാഴ്ചകൾ ഞങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു. മാച്ചു പിച്ചുവിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായി ഞങ്ങൾ മുന്നോട്ടു നടന്നു. ഈ കാണുന്നതാണ് മാച്ചു പിച്ചു പട്ടണത്തിലേക്കുള്ള കവാടം. പട്ടണത്തിൻ്റെ ചുറ്റുമുള്ള മലയുടെ ഭാഗങ്ങൾ തട്ടുതട്ടുകളായി തിരിച്ച് കൃഷിക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു. രാജാവിനും പുരോഹിതർക്കും ജനങ്ങൾക്കുമുള്ള താമസ സ്ഥലങ്ങൾ കൂടാതെ മതപരവും ആചാരപരവും ജ്യോതിശാസ്ത്രപരവും കാർഷികപരവും വിദ്യാഭ്യാസപരവും സൈനികപരവുമായ നിരവധി നിർമ്മിതികൾ ഉൾപ്പെട്ടതായിരുന്നു മാച്ചു പിച്ചു പട്ടണം. ഇൻക നാഗരികതയുടെ കല, നഗരവൽക്കരണം, വാസ്തുവിദ്യ, എഞ്ചിനീയറിംഗ് എന്നിവയുടെ ഒരു മാസ്റ്റർ പീസാണ് ഈ പട്ടണം. ഇൻകകളുടെ തലസ്ഥാനമായ കുസ്കോയിൽ നിന്നും മാറി വനങ്ങൾക്കും മലകൾക്കുമിടയിൽ മറഞ്ഞിരുന്ന മനോഹരമായ ഈ സ്ഥലത്തെയാണ് തൻ്റെ വേനൽക്കാല വസതി കൂടിയായ പ്രൈവറ്റ് എസ്റ്റേറ്റ് പണിയുന്നതിനായി ഇൻക രാജാവായ പച്ചക്കുട്ടി തിരഞ്ഞെടുത്തത്. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിനു കൂടിയായിരിക്കാം ഇങ്ങനെയൊരു സ്ഥലത്ത് അദ്ദേഹം എത്തപ്പെട്ടത്. ഇവിടത്തേക്കുള്ള നിർമ്മിതിക്കാവശ്യമായ കല്ലുകൾ ഒരുക്കിയിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മേഘങ്ങൾ മൂടിയ മലകളുടെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. മനോഹരമായ പച്ച പുല്ല് പടർന്നു നിൽക്കുന്ന ഒരു നടുമുറ്റത്തിൻ്റെ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. അതിനു ചുറ്റുമായി നിരവധി നിർമ്മിതികളും കാണാം. ഈ കാണുന്നത് ഇൻകകളുടെ പ്രസിദ്ധമായ അഗ്രികൾച്ചറൽ ടെറസാണ്. മലമുകളിൽ ഇങ്ങനെ തട്ടുതട്ടായി തിരിച്ച കൃഷിയിടങ്ങളിലായിരുന്നു ഇൻകകൾ കൃഷി ചെയ്തു വന്നിരുന്നത്. മാച്ചു പിച്ചുവിലെ സേക്രഡ് പ്ലാസയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രിൻസിപ്പൽ ടെമ്പിളിനെ വൈറാന എന്നും അറിയപ്പെട്ടിരുന്നു. മാച്ചു പിച്ചുവിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നാണ്
3 ജനാലകളുടെ ക്ഷേത്രം. സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളെ സംരക്ഷിക്കുന്ന ഇൻകാ ദേവതകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. മാച്ചു പിച്ചു പട്ടണത്തിലെ ഒരു സമതല ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാച്ചു പിച്ചുവിൻ്റെ ഒരു വശത്തുള്ള കോട്ട പോലെയുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇരുമ്പ് പണിയായുധങ്ങളോ മറ്റു സാങ്കേതിക വിദ്യകളോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയധികം ശിലകൾ വെട്ടിയൊരുക്കി മഹത്തായ ഒരു പട്ടണം പണിതുയർത്തിയ ഇൻകകളുടെ കരകൗശലത്തെ അഭിനന്ദിച്ചേ മതിയാവൂ. ശിലകളാൽ പണിതുയർത്തിയ ഇൻകാ നിർമ്മിതികളുടെ മേൽക്കൂരകൾ പുല്ലുമേഞ്ഞവയായിരുന്നു. അങ്ങനെയുള്ള പുനർനിർമ്മിച്ച പുല്ലുമേഞ്ഞ 2 നിർമ്മിതികളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. മാച്ചു പിച്ചു പർവ്വതത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ശിലയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വിശുദ്ധ ശിലയായി കണക്കാക്കപ്പെടുന്നു. ഉഷ്ണമേഖലാ വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പർവ്വത പ്രദേശത്തെയാണ് ഇൻകാ രാജാവ് തൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റിനായി തിരഞ്ഞെടുത്തത്. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ ഈ പ്രദേശം 400-ലധികം പക്ഷികൾ, അപൂർവ ഇനം ഓർക്കിഡുകൾ, നിരവധി ജന്തുജാലങ്ങൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. മാച്ചു പിച്ചുവിലെ കൂടുതൽ നിർമ്മിതികൾക്കിടയിലൂടെ നാം കടന്നു പോവുകയാണ്. ഇവയിൽ പുരോഹിത ഭവനങ്ങൾ, കാർഷിക ജ്യോതിശാസ്ത്ര ഗവേഷണ കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസത്തിനായി ഉപയോഗിച്ചിരുന്ന നിർമ്മിതികൾ, ധാന്യങ്ങളും മറ്റും സംഭരിച്ചിരുന്ന സംഭരണ കേന്ദ്രങ്ങൾ, തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലുകൾ എന്നിവ വരെയുണ്ട്. ഇൻകകൾ മാസ്റ്റർ ബിൽഡർമാരായിരുന്നു. മോർട്ടാർ ഉപയോഗിക്കാതെ കല്ലുകൾ പരസ്പരം യോജിക്കുന്ന രീതിയിൽ ചേർത്ത് വെച്ച് അവർ നിർമ്മിച്ച ഈ നിർമ്മിതികൾ ഭൂകമ്പങ്ങളെ വരെ അതിജീവിച്ച് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നു. ഹുവൈന പിച്ചു പർവ്വതമാണ് പശ്ചാത്തലത്തിൽ കാണുന്നത്. ഇൻകകൾ സൂര്യഘടികാരമായി ഉപയോഗിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇൻഡി വറ്റാനയാണ് ഈ കാണുന്നത്. നീളമുള്ള ഒരു ഹാളിൻ്റെ രൂപത്തിലുള്ള ഒരു ഇൻകാ നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത്. മാച്ചു പിച്ചുവിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമോ ഇൻഡോർ പ്രദർശനശാലയോ ആയിരിക്കാം ഇത്. മലഞ്ചെരുവിലേക്ക് ധാരാളം വാതായനങ്ങളുള്ള നീളത്തിലുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത്. ഇരുവശങ്ങളിലും ശിലകൾ അടുക്കി തീർത്ത വൻ ഭിത്തികളുള്ള ഒരു നടവഴിയിലൂടെ ഞങ്ങൾ മാച്ചു പിച്ചുവിൻ്റെ കൂടുതൽ കാഴ്ചകൾക്കായി മുന്നോട്ട് നടന്നു. മാച്ചു പിച്ചുവിലെ മറ്റൊരു ആകർഷണമായ കോണ്ടർ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. കോണ്ടർ എന്ന വലിയ കഴുകൻ പക്ഷിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇനി നമ്മൾ മാച്ചു പിച്ചു പട്ടണത്തിൻ്റെ പുറത്തേക്ക് നടക്കുകയാണ്. മാച്ചു പിച്ചുവിലെ പട്ടണ ഭാഗത്തിന് പുറത്തുള്ള അഗ്രികൾച്ചർ ടെറസുകളിലൂടെ നടന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാവൽ മാടങ്ങളുടെ അടുത്താണ്. മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രശേഷിപ്പുകളുള്ള നിഗൂഢമായ ഒരു സംസ്കാരത്തിൻ്റെ രഹസ്യങ്ങൾ ഉറങ്ങുന്ന മാച്ചു പിച്ചുവിൽ നിന്നും ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെയും ചരിത്രാന്വേഷികളുടെയും ഇഷ്ട ലൊക്കേഷനുകളിലൊന്നായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. അഗ്വാസ്ക്വാലിയൻഡസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒലൻഡെ ടാമ്പോയിലേക്കുള്ള പെറു റെയിലിൻ്റെ വിസ്റ്റാഡോം കോച്ചിലുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായതും ചിലവേറിയതുമായ റെയിൽവേ റൂട്ടുകളിലൊന്നാണിത്. പെറുവിലെ പെറു റെയിൽ, ഇൻകാ റെയിൽ എന്നിവയാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ഇപ്പോൾ ട്രെയിനിൽ ഒരു കലാകാരൻ സക്ര ഡാൻസ് അവതരിപ്പിക്കുകയാണ്.
കുസ്കോ റീജിയനിലെ ഒരു പരമ്പരാഗത നൃത്തരൂപമാണിത്. മൃഗങ്ങളുടെ രൂപം കെട്ടിയാണ് ഈ നൃത്തം അവതരിപ്പിക്കുന്നത്. സക്ര ഡാൻസിന് ശേഷം ഇപ്പോൾ ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കുകയാണ്. കുസ്കോയിലെ അൽപ്പാക്കയുടെ രോമങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങളുടെ പ്രദർശനമാണ് ഈ ഫാഷൻ ഷോയിലുള്ളത്. യാത്രക്കാർക്ക് ട്രെയിനിൽ നിന്ന് തന്നെ ഈ വസ്ത്രങ്ങൾ വാങ്ങുവാൻ കഴിയും. പെറു റെയിലിൻ്റെ പ്രീമിയം സർവീസുകളിലൊന്നാണ് വിസ്റ്റാഡോ. വശങ്ങളിലും മേൽക്കൂരയിലും വലിയ ഗ്ലാസ് വിൻഡോകളാണ് ഈ ട്രെയിനിനുള്ളത്. ട്രെയിൻ കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ സമൃദ്ധമായ താഴ്വരകളുടെയും മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെയും നദീതീരങ്ങളുടെയും സൗന്ദര്യം ആസ്വദിക്കുവാൻ ഈ വിൻഡോകൾ സഹായകമാകുന്നു. 43 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ യാത്രയ്ക്ക് $70 മുതൽ $100 വരെയാണ് നിരക്കാകുക. ലോകാത്ഭുതമായ മാച്ചു പിച്ചുവിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ആൻഡിയൻ താഴ്വരകളിലൂടെ ഈ ട്രെയിനിലൂടെയുള്ള യാത്ര അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. 2013 വരെ ആൻഡിയൻ പർവ്വതനിരകളിലെ മഞ്ഞു പുതപ്പിനുള്ളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ച അത്ഭുത കാഴ്ചയാണ് റെയിൻബോ മൗണ്ടൻ എന്നറിയപ്പെടുന്ന വിനികുൻക പർവ്വതം. മാച്ചു പിച്ചു കഴിഞ്ഞാൽ പെറുവിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലം കൂടിയാണിത്. കുസ്കോയിൽ നിന്ന് പുറപ്പെട്ട് കുൽക്ക എന്നറിയപ്പെടുന്ന റെയിൻബോ മൗണ്ടനു താഴെയുള്ള ചെറിയ വില്ലേജിലേക്കാണ് നമ്മുടെ യാത്രയുടെ ആദ്യഘട്ടം. മലകളുടെയും താഴ്വരകളുടെയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് മുന്നോട്ടു പോകുമ്പോൾ പെട്ടെന്ന് അൽപ്പാക്കകളും ലാമകളും ചെമ്മരിയാടുകളും അടങ്ങിയ വലിയൊരു കൂട്ടം റോഡരികിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ കുൽക്ക വില്ലേജിലാണുള്ളത്. ഇവിടെ നിന്നും റെയിൻബോ മൗണ്ടന്റെ ബേസ് ക്യാമ്പ് വരെയുള്ള 12 കിലോമീറ്റർ ദൂരം ഓൾ ടെറൈൻ ക്വാഡ് ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. കുസ്കോ മുതൽ കുൽക്ക വരെയുള്ള 117 കിലോമീറ്റർ ടൂർ കമ്പനിയുടെ മിനി ബസ്സിലാണ് യാത്ര ചെയ്തത്. ഏകദേശം 3 മണിക്കൂർ എടുത്താണ് ഇവിടെ വരെ എത്തിച്ചേർന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 4100 മീറ്റർ ഉയരമുള്ള കുൽക്കയിൽ നിന്നും 4500 മീറ്റർ ഉയരമുള്ള റെയിൻബോ മൗണ്ടൻ ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും വളരെ മനോഹരമായ കാഴ്ചകളാണ് കാണുവാൻ കഴിയുന്നത്. മലയെ ചുറ്റിപ്പോകുന്ന വീതി കുറഞ്ഞ മൺവഴിയിലൂടെയാണ് ക്വാഡ് ബൈക്കിൽ ഞങ്ങളുടെ സഞ്ചാരം. കുൽക്കയിൽ വച്ച് ഇത് ഓടിക്കുന്നതിനുള്ള ഒരു പരിശീലനം നൽകിയിരുന്നു. ആ ധൈര്യത്തിലാണ് ഞങ്ങളുടെ ഈ സാഹസം. നീലാകാശത്തിന് താഴെ പച്ചപ്പുൽപ്പുതപ്പണിഞ്ഞ മലനിരകളും മലഞ്ചെരുവിലൂടെ പതഞ്ഞൊഴുകുന്ന അരുവികളും അരുവികളുടെ തീരത്തെ പുൽമേടുകളിൽ മേയുന്ന അൽപ്പാക്കകളും ലാമകളും ചെമ്മരിയാടുകളും കുതിരകളും എല്ലാം ചേർന്ന് മനോഹരമായ ആൻഡിയൻ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ആഗോളതാപനത്തെ തുടർന്ന് മഞ്ഞുരുകിയപ്പോൾ 2013 തദ്ദേശവാസികൾ സപ്തവർണ്ണങ്ങളിലുള്ള ഈ മലനിരകൾ കണ്ടെത്തിയത്. 2015 മുതൽ ഇത് ടൂറിസ്റ്റുകളുടെ ഒരു ഇഷ്ട ലൊക്കേഷനായി മാറി. നാഷണൽ ജോഗ്രഫിക് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതോടുകൂടി റെയിൻബോ മൗണ്ടൻ ലോകപ്രശസ്തമായി തീർന്നു. ഇപ്പോൾ നമ്മൾ സമുദ്രനിരപ്പിൽ നിന്നും 4500 മീറ്റർ ഉയരത്തിലുള്ള റെയിൻബോ മൗണ്ടൻ്റെ ബേസ് ക്യാമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുസ്കോപാറ്റ ബേസ് ക്യാമ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ബേസ് ക്യാമ്പിൽ നിന്നും റെയിൻബോ മൗണ്ടന് മുകളിലേക്ക് കാൽനടയായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇതുകൂടാതെ കുതിരപ്പുറത്തും ബൈക്കുകളിലും ഈ മലയുടെ മുകളിലേക്ക് പോകാവുന്നതാണ്. ഏകദേശം 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആയാസകരമായ ഒരു ട്രക്കിംഗ് ആണ് ഇവിടെ നിന്നും മലമുകളിലേക്കുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 15000 അടിയിലധികം ഉയരത്തിലായതിനാൽ ഓക്സിജന്റെ ദൗർലഭ്യം ഇതുവഴിയുള്ള ട്രക്കിംഗ് കൂടുതൽ ദുഷ്കരമാക്കി തീർക്കുന്നു. ഈ കയറ്റത്തിൻ്റെ അവസാനത്തെ 200 മീറ്റർ ദൂരം വളരെ കുത്തനെയുള്ള കയറ്റമാണ്.
ഈ കയറ്റം കയറി നമ്മൾ എത്തുന്നത് റെയിൻബോ മൗണ്ടന്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ്. ഇവിടെ ഒരു മലനിരയാകെ വിവിധ നിറത്തിലുള്ള വർണ്ണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന അതിശയകരമായ കാഴ്ചയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുക. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പർവ്വത ശിഖരം സമുദ്രനിരപ്പിൽ നിന്നും 16,522 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലായി ഭൗമ പ്രതിഭാസങ്ങളിലൂടെയുണ്ടായ ധാതു നിക്ഷേപമാണ് റെയിൻബോ മൗണ്ടനിലെ മലകൾക്ക് ഈ വിവിധ വർണ്ണങ്ങൾ നൽകുന്നത്. മലമുകളിൽ സപ്തവർണ്ണങ്ങളിൽ അത്ഭുതം വിരിയിച്ച ഈ പ്രതിഭാസത്തെയാണ് പ്രകൃതി 2013 വരെ മഞ്ഞുപാളികൾക്കുള്ളിൽ ഒളിപ്പിച്ച് സംരക്ഷിച്ചത്. റെയിൻബോ മൗണ്ടന്റെ ഈ കാണുന്ന ഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 17,060 അടി ഉയരമുണ്ട്. ഇത് ടിബറ്റിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാൾ ഉയരത്തിലാണ്. റെയിൻബോ മൗണ്ടന് എവറസ്റ്റ് കൊടുമുടിയുടെ പകുതിയിൽ കൂടുതൽ ഉയരമുണ്ട്. മനോഹരമായ ഈ പ്രകൃതി അത്ഭുതത്തിനെ പശ്ചാത്തലമാക്കി ചിത്രങ്ങൾ എടുക്കുന്നതിന് നിരവധി ഫോട്ടോ പോയിന്റുകൾ ഇവിടെയുണ്ട്. കൂടാതെ അണിയിച്ചൊരുക്കി നിർത്തിയ ലാമകളുടെയും അൽപ്പാക്കകളുടെയും കൂടെ നിന്നും ചിത്രങ്ങൾ എടുക്കുവാൻ സാധിക്കും. ആൻഡിസിലെ ഈ പർവ്വത ഭാഗത്തിന് ഏകദേശം 25 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായുണ്ടായ ഭൗമ പ്രക്രിയകളുടെയും ധാതു നിക്ഷേപങ്ങളുടെയും ഫലമാണ് പർവ്വതത്തിന്റെ അതുല്യമായ നിറങ്ങൾക്ക് കാരണം. ഇരുമ്പയിരാൽ സമ്പുഷ്ടമായ കളിമണ്ണാണ് പർവ്വതത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. ചുവന്ന കളിമണ്ണും മണലും നിറഞ്ഞ മിശ്രിതമാണ് പിങ്ക് നിറത്തിന് കാരണം. ചുണ്ണാമ്പ് കല്ലും ക്വാർട്സ് മണലും ചേർന്ന് വെള്ള നിറവും ഫെറോ മഗ്നീഷ്യൻ ധാതുക്കളും ചെമ്പ് ഓക്സൈഡും ചേർന്ന് പച്ച നിറവും നൽകുന്നു. സൾഫറസ് ധാതുക്കളും കാൽക്കിറയസ് മണൽക്കല്ലുകളും ചേർന്ന മിശ്രിതമാണ് മഞ്ഞ നിറം നൽകുന്നത്. കളിമണ്ണിന്റെയും കാൽസ്യം കാർബണേറ്റിന്റെയും മിശ്രിതവും സിലിക്കേറ്റുകളും ചേർന്ന് പർപ്പിൾ നിറവും മഗ്നീഷ്യം ധാതുക്കൾ തവിട്ടു നിറവും നൽകുന്നു. മൗണ്ടൻ ഓഫ് 7 കളേഴ്സ് എന്നറിയപ്പെടുന്ന വിനികുൻഗയിൽ 1 മണിക്കൂറോളം ചിലവഴിച്ച ശേഷം ഞങ്ങളിനി താഴേക്കിറങ്ങുകയാണ്. ഇവിടെ മലമടക്കുകളിലെ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന അൽപ്പാക്കകളെയും കുതിരകളെയും കാണുവാൻ കഴിയുന്നു. പ്രകൃതിയിലെ ഒരു അത്ഭുത പ്രതിഭാസത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച സംതൃപ്തിയിൽ ഞങ്ങളിപ്പോൾ ക്വാഡ് ബൈക്കിൽ താഴ്വരയിലേക്ക് പോകുകയാണ്. പെറുവിലേക്കുള്ള ഈ യാത്ര എനിക്കും സുഹൃത്ത് ഹരികൃഷ്ണനും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതായിരുന്നു. ഇൻകകളുടെ തലസ്ഥാന നഗരമായ കുസ്കോയും ലോകാത്ഭുതമായ മാച്ചു പിച്ചുവും പ്രകൃതി അത്ഭുതമായ റെയിൻബോ മൗണ്ടനും ഒരിക്കലും മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകളാണ്. ചരിത്രവും സംസ്കാരവും പ്രകൃതി ദൃശ്യങ്ങളും ആസ്വദിക്കുന്ന ഏതൊരാൾക്കും കണ്ണിനും മനസ്സിനും ഒരുപോലെ വിരുന്നൊരുക്കുന്ന മനോഹരമായ ഒരു പ്രദേശമാണ് പെറു. ഒരിക്കൽ കൂടി കാണുവാനും അനുഭവിക്കുവാനും ആഗ്രഹിക്കുന്ന പെറുവിയൻ സഞ്ചാരത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.